ഫ്ലാക്സ് സീഡ് ജെല്ലുണ്ടല്ലോ, ഇതുപോലെ നിങ്ങളെന്ന് തലയിൽ തേച്ച് നോക്കിക്കേ. ഇതുപോലെ ജെല്ലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ. നമുക്ക് ഏകദേശം ഒരു മാസം ഇരുന്നാലും കേട് വരത്തില്ല. നിങ്ങൾക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തലയിൽ നല്ലൊരു കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി തേക്കുവാണെങ്കിൽ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരും. ചുരുളിമയുള്ള മുടിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരും കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നല്ലതാണ്. മുടി ഫാസ്റ്റ് ആയിട്ട് വളരും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് എടുക്കേണ്ടത് ഒരു 1-1.5 സ്പൂണോളം വരുന്ന രീതിയിൽ ഫ്ലാക്സ് സീഡ് എടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഏകദേശം ഒരു 4-5 ചെമ്പരത്തിയുടെ പൂവ് കേട്ടോ. ഈ നമ്മുടെ ഈ ഇട്ടേക്കുന്ന ചെമ്പരത്തിയുടെ പൂവാണെങ്കിലും അതുപോലെ തന്നെ കറിവേപ്പിലയാണെങ്കിലും ഉലുവയൊക്കെ ആണെങ്കിലും മുടി നല്ല രീതിയിൽ വളരാൻ നല്ലതാണ്. നമ്മൾ എണ്ണ കാച്ചി തേക്കുന്ന അതേ ഗുണം തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾ ജെല്ലുണ്ടാക്കിയാലും കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഇപ്പം തണുപ്പ് കാലം നീർക്കട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു 2-3 എന്താ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയോ തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് നല്ല ചൂടിനോടെ തന്നെ ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വെന്ത് കുറുകി വന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നല്ല ചൂടിനോടെ തന്നെ പെട്ടെന്ന് അങ്ങ് അരിച്ചെടുത്തോളണം. അല്ലെങ്കിൽ പിന്നെ തണുപ്പാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരിച്ചാൽ പോരില്ല, ജെല്ലിയായി പോവും. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് 1-2 തുള്ളി ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് എടുത്ത് വെക്കണമെങ്കിൽ തലമുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്കിന്നിലും തേച്ച് കൊടുക്കാം, നല്ല തിളക്കം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാണെങ്കിലും ഷാമ്പൂ ഒക്കെ ആണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈറ്റ് താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി വാങ്ങുവാണെങ്കിൽ പ്രോഡക്റ്റ് വീട്ടിലെത്തും കേട്ടോ.